और मित्रों, ये एलडीएफ, यूडीएफ, एलडीएफ, केरल की जनता ने कई साल तक दोनों को मौके दिए, मगर दोनों ने किया क्या? हिंसा, भ्रष्टाचार, वोट बैंकों की निर्मिति, एपीसमेंट और देश विरोधी तत्वों का केरल में पनाहगाह बनाने का काम किया है। പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ ജനങ്ങൾ LDF-നും UDF-നും നിരവധി അവസരങ്ങൾ നൽകിയിരുന്നു. പക്ഷേ അവരെന്താണ് തിരിച്ചു നൽകിയത്? അക്രമവും അഴിമതിയും പ്രീണനവും വോട്ട് ബാങ്ക് രാഷ്ട്രീയവും എന്നതിനും അപ്പുറത്തേക്ക് ഈ കേരളത്തെ ദേശവിരുദ്ധ നറേറ്റീവുകളുടെ, ദേശവിരുദ്ധന്മാരുടെ താവളമാക്കി കൂടി അവർ മാറ്റിയിരിക്കുന്നു. मित्रों, जब PFI की गतिविधि इतनी बढ़ी, मोदी जी ने PFI पर प्रतिबंध डाला। मैं आज पूछना चाहता हूं, जिस धाराओं के तहत मोदी जी ने PFI पर प्रतिबंध किया, वो सारी धाराएं केरल सरकार के पास भी सारी शक्तियां थी। क्यों केरल की लेफ्ट सरकार ने PFI को प्रतिबंधित नहीं किया? और PFI बढ़ता 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 भारत के अन्य हिस्सों में जब गया, तब मोदी जी ने PFI को बैन कर कर सारे राष्ट्र विरोधी लोगों को जेल की सलाखों के पीछे डालने का काम किया। പ്രിയപ്പെട്ടവരെ, ഈ കേരളത്തിൽ തഴച്ചു വളർന്ന മതതീവ്രവാദ രാഷ്ട്രീയം, പോപ്പുലർ ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ നടന്ന മതതീവ്രവാദ രാഷ്ട്രീയത്തെ തടയിട്ടത് നരേന്ദ്രമോദി സർക്കാരാണ്. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, PFIക്കെതിരെ എന്ത് നടപടിയാണ് ഈ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ എടുത്തതെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. PFIയെ മോദി സർക്കാർ നിരോധിച്ച ശേഷവും കേരളത്തിൽ അവരുടെ പ്രവർത്തനം സജീവമാണ്. പക്ഷേ കേരളത്തിലും അകത്തും പുറത്തുമുള്ള മുഴുവൻ മത തീവ്രവാദികളെയും ജയിലിനകത്ത് പിടിച്ചിടാൻ, ജയിലിലിടാൻ സാധിച്ചത് നരേന്ദ്രമോദിക്ക് മാത്രമാണ്. भाइयों बहनों, आज मैं केरल की जनता को कहने आया हूं, आप परिवर्तन चाहते हैं तो LDF को निकालने के लिए UDF को वोट देते हैं और UDF को निकालने के लिए LDF को वोट देते हैं, मगर दोनों परिवर्तन नहीं कर सकते। अब समय आ गया है कि परिवर्तन करने के लिए, विकसित केरलम बनाने के लिए सीधा भारतीय जनता पार्टी और NDA के लिए वोट करिए। കേരളത്തിലെ ജനങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടത് മാറ്റമാണെങ്കിൽ LDF-നെ മാറ്റി UDF-നെ, UDF-നെ മാറ്റി LDF-നെ കൊണ്ടുവരുന്ന പതിവ് അവസാനിപ്പിക്കണം. ഇത് വികസിത കേരളമാണ് നിങ്ങളുടെ സങ്കല്പമെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഇതാ സമയമായിരിക്കുന്നു ഭാരതീയ ജനതാ പാർട്ടിയെ അധികാരത്തിലെത്തിച്ച് ഒരു വികസിത കേരളം സാക്ഷാത്കരിക്കാനുള്ള സമയം ആഗതമായിരിക്കുന്നു. अभी अभी कम्युनिस्ट नेता एक कांग्रेस में कह रहे थे कि भाजपा उत्तर भारत की पार्टी, उनको मालूम नहीं है असम में हमारी सरकार है, त्रिपुरा में लेफ्ट को हटाकर हमने सरकार बनाई है, ओडिशा में हमने सरकार बनाई है, तेलंगाना में हम सबसे बड़ी पार्टी बने हैं लोकसभा के चुनाव में, और तमिलनाडु में सरकार बनाने जा रहे हैं. സാധാരണഗതിയിൽ CPM-കാരും കോൺഗ്രസ്സുകാരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ളത് വടക്കേ ഇന്ത്യയുടെ പാർട്ടിയാണ്, വടക്കേ ഇന്ത്യൻ പാർട്ടിയാണ്. പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, കിഴക്കൻ നാടുകളിലും വടക്ക് കിഴക്കൻ പ്രദേശമായ ആസാമിൽ ഭാരതീയ ജനതാ പാർട്ടിയാണ് ഭരിക്കുന്നത്. ത്രിപുരയിൽ ഇടതുപക്ഷത്തെ തറപറ്റിച്ച് ഭാരതീയ ജനതാ പാർട്ടിയാണ് ഭരിക്കുന്നത്. ഒറീസ BJP ആണ് ഭരിക്കുന്നത്. തെലങ്കാനയിലെ ഏറ്റവും വലിയ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇതാ തമിഴ്നാട്ടിലും നമ്മൾ സർക്കാരുണ്ടാക്കാൻ പോവുകയാണ്.